സിന്ധു ഒരു ചെറിയ നദിയല്ല. നീളം കൊണ്ടും ചരിത്രം കൊണ്ടും ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സിന്ധു നീണ്ടു നിവർന്നു കിടക്കുന്നു. യുദ്ധകാലത്ത് പോലും ഇന്ത്യ പുനഃപരിശോധിക്കാത്ത ഉടമ്പടിയാണ് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന കരാറിൽ ഒപ്പുവെച്ചത്. ലോകബാങ്ക് മുൻകൈയെടുത്തായിരുന്നു കരാർ. കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറുള്ള സിന്ധു, ചെനാബ്, ഝലം എന്നിവയിലെ ജലം പാകിസ്ഥാനും യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഉപയോഗിക്കാമെന്നായിരുന്നു കരാർ. സിന്ധുവിലെയും പോഷക നദികളിലെയും ജലം 80% പാകിസ്ഥാനും 20% ഇന്ത്യയും ഉപയോഗിക്കുന്ന തരത്തിലാണ് ഉടമ്പടി. 1965, 71, 99 വർഷങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധകാലത്തോ പാർലമെന്റ് ആക്രമണകാലത്തോ ഉറി, പുൽവാമ ഭീകരാക്രമണ സമയത്തോ പോലും ഇന്ത്യ ഈ കരാർ മരവിപ്പിച്ചിരുന്നില്ല. വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് കരാർ സാധ്യമായത്. ഇതാകട്ടെ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ മനോഭാവത്തിന്റെ ഉദാത്ത മാതൃകയായി നിലനിന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതിലൂടെ പെട്ടെന്നുള്ള തിരിച്ചടികളല്ല, ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത്. രാജ്യത്തെ പഞ്ചാബ്, സിന്ധ് കാർഷിക മേഖല പൂർണ്ണമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയിലെ ജലമാണ്. കരാർ മരവിപ്പിക്കുന്നത് ഭാവിയിൽ ഇവിടങ്ങളിലേക്കുള്ള സ്വാഭാവിക ജലവിതരണത്തെയും ബാധിച്ചേക്കാം. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഇത് തിരിച്ചടിയാകും. വരൾച്ച ഉൾപ്പെടെ നേരിടേണ്ടി വന്നേക്കാം. ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇതോടെ രവി, ഝലം നദികളിലെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികളുമായി സ്വതന്ത്രമായി മുന്നോട്ടു പോകാനുമാകും. ഉടമ്പടിയുടെ ദൈർഘ്യത്തെക്കുറിച്ച് പ്രത്യേക ഉപാധികളൊന്നും കരാറിൽ പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ പാകിസ്ഥാൻ അനുകൂലമായൊരു വിധി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും ലഭിക്കാനുമിടയില്ല.